ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇജു വാല 2.0 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആണല്ലേ നമുക്ക് നാളെ. സോ നാളത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിൽ ഒരു 10 മാർക്കോളം നമുക്ക് മാക്സിമം പോയാൽ കേട്ടോ, മാക്സിമം നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 മാർക്കോളം നമുക്ക് പ്രോഗ്രാംസുകളാണ് ചോദിക്കാറ്. പ്രോഗ്രാംസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസുകളുണ്ട്. അതായത് HTML, അതുപോലെ തന്നെ SQL നിന്ന്, ദെൻ C++, RDBMS എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പല ലാംഗ്വേജുകളിൽ നിന്നായിട്ട് നമുക്ക് ചോദിക്കാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം കാണാപ്പാടമെങ്കിൽ അത്രയും പഠിക്കാം. മേ ബി നമുക്ക് ഈ ഡയറക്റ്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പം മിസ് ഓരോ ക്വസ്റ്റ്യൻസ് പറയും, ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്നും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനോടകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ കംപ്ലീറ്റ് വീഡിയോസ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് കൊടുക്കുന്നുണ്ട്. 35 മാർക്കിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, അതുപോലെ തന്നെ നമുക്ക് ഷുവറായിട്ട് വരുന്ന 25 ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പഠിക്കുക. കാരണം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇന്ന്. കാരണം നിങ്ങൾക്ക് ഇനി ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബുക്കിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകാൻ ചാൻസ് ഉള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, നമ്മുടെ മെയിൻ ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. മിസ് ഓരോരോ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, റീറൈറ്റ് C++ കോഡ് യൂസിങ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, അതായത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന C++ കോഡ് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് FELSEലാണ് തന്നിരിക്കുന്നത്, ഇഫ് എൽസിൽ. അപ്പോൾ നമ്മൾ A > മാക്സിമം, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ, അതായത് A> B ആണെങ്കിൽ മാക്സ് A ആണെന്ന് കാണിക്കണം, അതല്ലെങ്കിൽ മാക്സ് B ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് എഴുതിയതാണ്. മാക്സ് = A B, പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇട്ടിട്ട് A/B സെമിക്കോളൻ. ഓക്കെ, ഈ കോഡ് അതേപോലെ വെക്കാം, കാണാപാഠം പഠിക്കാം. കാരണം നമുക്കിപ്പോൾ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ മാക്സിമം അപ്പോൾ വേറെ ഏത് വാല്യൂ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലത്തെ ഈ സെമിക്കോളനും അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ചിഹ്നം അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ റൈറ്റ് പ്രോഗ്രാം ടു പ്രിന്റ് ദ മെസ്സേജ് ഓൺ സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതായത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ C++ പ്രോഗ്രാം ആണ്, നമുക്ക് പ്രിന്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ആയിക്കോട്ടെ, ഏതെങ്കിലും മെസ്സേജോ, ഇപ്പോൾ ഏതെങ്കിലും മൊബൈൽ ഫോൺ പ്രൊഹിബിറ്റഡ്, നോ ഡ്രഗ്സ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് C++ എഴുതുക. C++ൻ്റെ സ്ട്രക്ചർ പഠിച്ചവർക്ക് ഇത് സുഖമാണ്. കാരണം നമ്മൾ #, ഇട്ടിട്ട് #include IOStream ഇടുക, യൂസിങ് നെയിം സ്ട്രീം STD സെമിക്കോളൻ ഇൻറ്റ് മെയിന്, നമ്മൾ ഈ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഇതാണ് ഇവിടുത്തെ മെയിൻ കൗണ്ട്. ഈ സിമ്പിളിൽ നമ്മൾ സിമ്പിളിൻ്റെ ഉള്ളിൽ സെമിക്കോളൻ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ഡബിൾ കോട്ട്സിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കൗണ്ടിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് പഠിച്ചവർക്ക് അത് എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇനി പ്രോഗ്രാം അറിയില്ലെങ്കിലും അതിൻ്റെ ഫോർമാറ്റോ സിൻറ്റെക്സോ പഠിച്ചു കഴിഞ്ഞാൽ ആ സിൻറ്റെക്സ് നിങ്ങളവിടെ മാക്സിമം എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഒന്നും പറ്റില്ലെങ്കിൽ സിൻറ്റെക്സ് നിങ്ങളവിടെ എഴുതി വെക്കണം. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ദ 4 കമ്പോണൻറ്റ്സ്. നമുക്ക് മോഡൽ എക്സാമിന് വന്ന പോലത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. 4 കമ്പോണൻറ്റ്സ് ഓഫ് എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൽ നിന്ന് 4 കമ്പോണൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിൽ ഏതൊക്കെയാണ് കമ്പോണൻറ്റ്സ്. അപ്പോൾ 4 കമ്പോണൻറ്റ്സ് അറിയണം. കമ്പോണൻറ്റ്സ് ഓഫ് എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റഡ് എക്സ്പ്രഷൻ. ഇത് 4 ആണ് എന്ത് കമ്പോണൻറ്റ്സ് ഓഫ് എ ലൂപ്പ്. അപ്പോൾ ഈ കമ്പോണൻസുകൾ ഇതിൽ നിന്ന് എടുത്തേതാ നമുക്കാണ്. ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നതായിരിക്കും, അതായത് കൗണ്ട് 1. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ അതിന് തൊട്ട് ശേഷമുള്ളതായിരിക്കും. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോഡിയുടെ ഉള്ളിൽ ഇവിടെയാണ് നമ്മൾ ബോഡി ചെയ്താൽ, എപ്പോഴും നമ്മൾ ഈ 2 സിമ്പിളിൻ്റെ ഉള്ളിലാണ് ബോഡി ചെയ്യുക. അപ്പോൾ ആ ബോഡിയാണ് അവിടെ എഴുതേണ്ടത്. ദെൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് എക്സ്പ്രഷൻ ഒന്നും കൂടി നമ്മൾ ഓൾറെഡി കൊടുത്ത ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതായിരിക്കും അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. കൗണ്ട് ++. കണ്ടോ, അപ്പോൾ 4 കണ്ടന്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ആ 4 കണ്ടന്റുകൾ എഴുതിയേക്കാം. ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അതുപോലെ ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ, അത് എഴുതി വെക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊക്കെ പ്രോഗ്രാം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് ആണ് കേട്ടോ.
പിന്നെ HTML ടാഗ് ടു ഇൻസേർട്ട് കമന്റ് ഇൻ HTML വെബ് പേജ്. HTML വെബ് പേജിൽ കമന്റുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ ടാഗിൻ്റെ പേരല്ല, ഈ ടാഗാണ് നിങ്ങളോട് എഴുതുന്നത്. അതായത് ഈ സിമ്പിൾ ഇട്ടിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ഇത് ഓപ്പണിങ്ങും ഇത് ക്ലോസിങ്ങും കേട്ടോ. ഈ സിമ്പിൾ നിങ്ങളുടെ വരച്ച് വെക്കുക, എന്തെങ്കിലും ചെയ്ത് വെച്ചോളാം. കാരണം കമൻറ്റുകൾ HTML യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിമ്പിളാണ് കേട്ടോ, അത് ആ ഒരു ടാഗാണ് അത്. ഓക്കെ, ദെൻ കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. റീറൈറ്റ് യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റിയതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കാണാറുണ്ട്. ഒരു ലൂപ്പ് തന്നിട്ട് അതിനെ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ത് പഠിച്ചിരിക്കണം നിങ്ങൾ? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻറ്റെക്സ് പഠിച്ചാൽ അത് എഴുതാൻ കിട്ടുള്ളൂ. അപ്പം സ്വിച്ച് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുത്തതാണ്, A=1 കൊടുത്തത്. പിന്നെ കൗണ്ട് ബൈനറി ഡിജിറ്റ്, അതല്ലെങ്കിൽ A=0 ആണ് വെച്ചെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തിട്ട് നോട്ട് ബൈനറി ഡിജിറ്റ് ആണെങ്കിൽ അങ്ങനെ വരിക. അതുമല്ല വെച്ചെങ്കിൽ ഇഫ് ഓർ എൽസ് ആണെങ്കിൽ നോട്ട് ബൈനറി ഡിജിറ്റ് എന്ന് കാണിക്കാം. അപ്പം നമ്മൾ ഇത് മൂന്ന് കേസായിട്ട് എഴുതാം. അതായത് ബോഡി ഓഫ് ദ ലൂപ്പിൽ ഇവിടെ നമ്മൾ ബോർഡ് ചെയ്താൽ ഈ രണ്ട് സിമ്പിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോർഡ് ചെയ്താൽ. സോ ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞിട്ട് ഡീഫോൾട്ട് ആയിട്ട് ലാസ്റ്റ് ഒന്നും പറ്റില്ലെങ്കിൽ ഡീഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് എഴുതാം. ഇടയിൽ ഓരോ ബ്രേക്ക് കൊടുക്കുക. സ്വിച്ചിൽ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക്. അതായത് ഇതല്ല എങ്കിൽ മറ്റേക്ക് കിടക്കാം, അതല്ല എങ്കിൽ ഇതാണ് കണ്ടോ. അപ്പോൾ തന്നിരിക്കുന്ന ഈ 3 ഇഫ് എൽസിനെ നമ്മൾ കേസ് 1, കേസ് 2, കേസ് 3 ആയിട്ട് എഴുതിയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയി. ഇനി ഒന്നറിയില്ല, അതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. ചിലപ്പോൾ എക്സാം ടൈമിൽ ഇതേപോലത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ, ദെൻ ഏതെങ്കിലും ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, അറേ നെയിം കൊടുക്കുക, ഇടയിൽ എത്രത്തോളം അറേ കയറ്റണമെന്ന് കൊടുക്കുക, സെമികോളൻ ഇടാം. കണ്ടോ, ചാർ നെയിം @20, ചാർ str എന്ന് പറഞ്ഞിട്ട് വെൽക്കം. അപ്പോൾ വെൽക്കത്തിന് നമുക്ക് ഫുള്ളി ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇത് അറേ ഡിക്ലറേഷൻ മാത്രമാണിത്. സ്റ്റോർ സ്ട്രിങ് ഇൻ സെയിം അറേയിൽ തന്നെ ഈ സ്ട്രിങ്ങിനെ സെയിം അറേയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ str ഇട്ടിട്ട് വെൽക്കം, നമ്മൾ ആ സ്ട്രിങ് ഏതാണോ ആ സ്ട്രിങ് അതൊരു ഡബിൾ ലൈൻ ഇട്ടിട്ട് ഡബിൾ കോഡ്സ് ഇട്ടിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അതെ നെക്സ്റ്റ് വൺ ആണ് റൈറ്റ് HTML കോഡ് ഡിസ്പ്ലേ ദ ഫോളോയിങ്. അതായത് ഇതൊക്കെ നമുക്ക് HTML കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. സബ്സ്ക്രിപ്റ്റ് ഏതാണെന്നും സൂപ്പർ സ്ക്രിപ്റ്റ് ഏതാണെന്നും അറിയണം കേട്ടോ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ആയിരിക്കും, മേലെ കാണുന്ന നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൽ ഫുള്ള് സൂപ്പർ സ്ക്രിപ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുക? A+B അതേപോലെ 2, പിന്നെ മേലെ 2 അല്ലേ. അപ്പോൾ നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ SUP 2 ഇട്ടു, അത് അപ്പം തന്നെ ക്ലോസ് ചെയ്യാം. =2, അത് കഴിഞ്ഞിട്ട് A ഇട്ടു, എയുടെ മേലെ 2 കിടക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് പിന്നെയും 2 ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്തു. പ്ലസ് 2AB നമ്മൾ 2AB എഴുതണം, പ്ലസ് 2AB എഴുതി, പ്ലസ് B ഇട്ടു. B² നമ്മൾ എന്ത് ചെയ്താൽ B ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂപ്പർ സ്ക്രിപ്റ്റിൽ 2 ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. കണ്ടോ, അതായത് ഓർഡർ വൈസിൽ ചെയ്താൽ അപ്പോൾ A+B ഇട്ടു, പിന്നെ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ സ്ക്വയർ ആയ സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ SUP ടാഗ് ഓപ്പൺ ചെയ്യണം, 2 ഇടണം, അപ്പം തന്നെ SUP ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. കണ്ടോ, അങ്ങനെ വേണം നമ്മൾ ഓർഡർ വൈസിൽ എഴുതാൻ. ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് വെച്ചാൽ മേലത്തെ, അപ്പോൾ SUP. സബ്സ്ക്രിപ്റ്റ് താഴെ വരുന്നുണ്ട് കേട്ടോ. ദെൻ ഈ സിമ്പിൾ, അതായത് കോപ്പി റൈറ്റിൻ്റെ സിമ്പിളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡ്, അപ്പോൾ ഹെൽത്ത്. അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംപസൻഡ് കോപ്പി ഇട്ട് കഴിഞ്ഞാൽ സെമികോളൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ വരും. H2SO4 ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്റ്റുകളാണ് വന്നിരിക്കുന്നത്. സബ്സ്ക്രിപ്റ്റ് അപ്പോൾ SUB ആണ് സബ്സ്ക്രിപ്റ്റിന്, SUP ആണ് സൂപ്പർ സ്ക്രിപ്റ്റിന്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? H2 നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ 2 കൊടുത്തു, സബ്സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, SO കൊടുത്തു, SO4 നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്, അതിൽ കൊടുക്കാം. കണ്ടോ, H2SO4. H2 എന്നുള്ളത് H ഇട്ടിട്ട് 2 സൂപ്പർ സ്ക്രിപ്റ്റിൽ എഴുതാം, SO ഇട്ടിട്ട് 4 സബ്സ്ക്രിപ്റ്റിൽ എഴുതാം കേട്ടോ. ദെൻ വെറും കമ്പ്യൂട്ടറിന് മാത്രം. അപ്പോൾ നമുക്ക് ബോൾഡിലെങ്ങാനും കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും ഓരോ മാർക്കാണ് ഉണ്ടാവുക കേട്ടോ. ചിലപ്പോൾ 2 മാത്രമായിട്ട് ചോദിക്കും, 1 മാത്രമായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ HTML കോഡ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനീഷ്യലൈസ് ആൻഡ് ഇൻറ്റിജർ അറേ വിത്ത് 5 എലമെൻറ്റ്സ്. ഏതെങ്കിലും 5 എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ഇൻറ്റിജർ അറേ. ഇൻറ്റിജർ എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണെന്ന് അറിയണം. ഇൻ്റെ മാർക്ക് 5 എണ്ണം വേണമല്ലോ. സോ ബ്രാക്കറ്റിൽ 1 2 3 4 5 ഇങ്ങനെയാണ് നമുക്ക് വരിക. അറേ കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക, സെമികോളൻ ഇടാം. ദെൻ ഐഡൻറ്റിഫൈ ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ C++.
ഫംഗ്ഷൻ ഫോർ ഫോളോയിങ്. കുറേ ഫോളോയിങ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് ഫംഗ്ഷൻ എന്ന് അറിയാം. കൺവേർട്ട് -30 to +30, അതായത് ആപ്സ് ആണ് യൂസ് ചെയ്യുക. കമ്പയർ കമ്പ്യൂട്ടർ വിത്ത് കമ്പ്യൂട്ടർ ഇഗ്നോറിംഗ് കേസസ്. ഇഗ്നോറിംഗ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? STR CMPA ആണ്. ചെക്ക് വെദർ ഡിജിറ്റ് ഓർ നോട്ട്, ഈസ് ഡിജിറ്റ് ആണോ എന്നറിയാൻ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ SQRT. ഓക്കെ, ഈ ഫംഗ്ഷൻസ് ബിൽഡിംഗ് ഫംഗ്ഷൻസ് ഇതിനൊക്കെയാണ് യൂസ് ചെയ്യാൻ ഇങ്ങനെ അറിയണം കേട്ടോ. ദെൻ പിന്നീടാണ് ക്ലാസിഫൈ ദ ഫോളോയിങ് വാല്യൂസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് വിത്ത് സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. ജാവാസ്ക്രിപ്റ്റിൽ ഇത് എങ്ങനെയാണ്, ഏത് ഡാറ്റ ടൈപ്പിലാണ് പോവുക? ജാവാസ്ക്രിപ്റ്റിൽ 3 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണുള്ളത്. നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. നമ്പറിൽ എല്ലാ വാല്യൂസും, അതായത് ഫ്രാക്ഷൻ വരുന്നതും പോസിറ്റീവും നെഗറ്റീവ് വാല്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് വരെ നമ്മൾ നമ്പേഴ്സിൽ പോകും. അപ്പോൾ തന്നിരിക്കുന്നത് ഇതൊക്കെ നമ്പറിലേക്കാണ് പോവുക. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഡബിൾ കോഡ്സിലിട്ടത്, എല്ലാ ഡബിൾ കോഡ്സിലിട്ട ഐറ്റംസും. ഇവിടെ നമ്മൾ ട്രൂ ഡബിൾ കോഡ്സ് ആണ്, അപ്പോൾ അത് സ്ട്രിങ്ങിലേക്കാ പോവുക. ഹലോ ഡബിൾ കോഡ്സ് ആണ്, അത് സ്ട്രിങ്ങിലേക്കാ പോവുക. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്, അത് ഡബിൾ കോഡ്സിലാണോ ശ്രദ്ധിക്കുക. ഡബിൾ കോഡ്സ് അല്ലാത്തതിനാണ് നമ്മൾ ബൂളിയനിലേക്ക് തട്ടുള്ളൂ കേട്ടോ. ഡബിൾ കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് നേരെ സ്ട്രിങ്ങിലേക്ക് പോകും, സ്ട്രിങ് ഡാറ്റ ടൈപ്പിലേക്ക് പോകുമെന്ന് ശ്രദ്ധിക്കാം. ദെൻ റിറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് ഇൻ ടു ജാവാസ്ക്രിപ്റ്റ്. ഒരു C++ പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഇതിന് ജാവാസ്ക്രിപ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് അറിയണം. വോയിഡ് ലെങ്ത് തന്നിട്ടുണ്ട്, ഉള്ളിൽ ബോഡി എഴുതിയിട്ടുണ്ട്, ചാർട്ട്, STR വെൽക്കം, കൗട്ട് തന്നിട്ടുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയ ജാവ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ജാവ എന്ന് കാണിച്ചിട്ട് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ ലെങ്ത്, അവിടെ വോയിഡ് ലെങ്ത് ആണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ലെങ്ത് കൊടുത്തിട്ട് ബോഡിയുടെ ഉള്ളിൽ എഴുതേണ്ടത് ചാർട്ട് അല്ലേ. നമ്മൾ ചാറിൻ്റെ പകരം ഇവിടെ വേരിയബിൾ ആണ്, വാറാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രർ ലെങ്ത് STRL തന്നിട്ടുണ്ട്, അത് വെൽക്കം കൊടുക്കുക. ഡോക്യുമെന്റ് .write ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? ഇവിടുത്തെ കൗണ്ടിന് യൂസ് ചെയ്യുക ജാവയിൽ. അപ്പോൾ കൗണ്ടിനെ നമ്മൾ ജാവയിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നോക്കുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. എല്ലാം നമുക്ക് വരുന്നില്ല എക്സാമിന്, എന്നാലും നമുക്കൊരു 10 മാർക്കോളൊക്കെ നമുക്ക് ഇതിനെ എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ് HTML ടാഗ് കോഡ് ദാറ്റ് ലിങ്ക് ദ ടെക്സ്റ്റ് PSC ടു ദ വെബ്സൈറ്റ്. അതായത് നമ്മൾ PSCനെ എഴുതി കൊടുത്ത് നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് പോകണം. അതിൻ്റെ HTML കോഡ് ഏതാണ് പറഞ്ഞിരിക്കുക. അതിന് നമ്മൾ ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ് എന്ന് വെച്ചാൽ ഈ ടാഗാണ് ആങ്കർ. ആങ്കർ ടാഗ് ഓപ്പൺ ചെയ്ത് href കൊടുത്തു കഴിഞ്ഞിട്ട് ഡബിൾ കോഡ്സിൽ ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PSCയുടെ അവിടെ കൊടുത്താൽ PSCയുടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സാധനത്തേക്ക് പോകും. അപ്പോൾ കൊടുക്കേണ്ടത് എവിടെയാണ്, എവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ലിങ്കിലേക്ക് പോകുന്നത്, അത് കൊടുത്ത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ആങ്കർ ടാഗ് ഓപ്പൺ ചെയ്ത് href കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ href കൊടുത്തു കഴിഞ്ഞിട്ട് വേണത് ഇങ്ങനെ എഴുതാൻ കേട്ടോ. ഇത് ഒഴിമാർക്കിനൊക്കെ വരാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് ആങ്കർ ടാഗിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ദെൻ കുറച്ച് സിമ്പിൾസ് നിങ്ങൾ പറയണം. ലെസ് ദാൻ നമ്മൾ HTML എഴുതുമ്പോൾ &LT ആണ്. ഗ്രേറ്റർ ദാൻ ആംബസൻസിൻ്റെ ആണ് കേട്ടതോ. ആംബസൻ ഗ്രേറ്റർ ദാൻ ആണ്. കോപ്പി റൈറ്റ് കൊടുക്കണമെങ്കിൽ ആംബസൻ്റെ കോപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ സാധനം വരും കണ്ട. ഈ സിമ്പിൾസ് എങ്ങനെ HTML കൊടുക്കാമെന്നാണ് പറയുന്നത്. ട്രേഡ് മാർക്കിന് നമ്മൾ ആംബസൻ്റെ ഇട്ടിട്ട് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് വരും. ഓക്കെ, ഈ സിമ്പിളുകളൊക്കെ അറിയാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് HTML. ഓക്കെ, ദെൻ പിന്നീട് നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു SQL ക്വറീസ് ചെയ്താനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ടേബിൾ തരില്ല, മേ ബി തരാം, അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. കൺസിഡർ ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ആട്രിബ്യൂട്ട്സ് അഡ്മിഷൻ നമ്പർ, നെയിം, കോഴ്സ്, പെർസെൻറ്റേജ്. റൈറ്റ് ദ SQL സ്റ്റേറ്റ്മെന്റ് ടു ഡു ദ ഫോളോയിങ്. 4-5 കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ പ്രോഗ്രാമുകളിൽ. അതായത് SQL ക്വറീസ് എഴുതണം. ഒരു ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ ഓൾറെഡി. ഏതാണ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അഡ്മിഷൻ നമ്പർ, നെയിം, കോഴ്സ്, പെർസെൻറ്റേജ്. 4 ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ കോളം. 4 ആട്രിബ്യൂട്ട് വെച്ചിട്ടൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. എല്ലാ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് സെമിക്കോളൻ. കാണാപാഠം പഠിച്ചോളാം. ഈ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന്, ടേബിൾ നെയിമാണ് കേട്ടോ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കാണിക്കുക. മോഡിഫൈ ദ കോഴ്സ് കൊമേഴ്സ് ടു സയൻസ്. കൊമേഴ്സിനെ സയൻസിലേക്ക് മാറ്റാൻ നമ്മൾ മോഡിഫൈ ചെയ്യാൻ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റ് ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുക. സെറ്റ് കോഴ്സ് എന്ത് ചെയ്യണം? കോഴ്സ് മാറ്റണം. സയൻസ് വേർ കോഴ്സ് കൊമേഴ്സ്, അതായത് സയൻസ് കൊടുക്കണം കൊമേഴ്സ് ആയിരുന്ന സ്ഥലത്ത് കണ്ടോ. വേർ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ, അതുപോലെ തന്നെ സെറ്റ്, വേർ സെറ്റ് അപ്ഡേറ്റ്. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് മോഡിഫൈ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമൻ്റ് ആണ് അപ്ഡേറ്റ്. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് വെച്ചാൽ ആ ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. ദെൻ റിമൂവ് ദ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് ഡിലീറ്റ് ചെയ്യാൻ, ഇനി റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിലീറ്റ് കമൻ്റ് ആണ്. ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, അതായത് സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. എന്ത്? വേർ പെർസെൻറ്റേജ് 35, അതായത് പെർസെൻറ്റേജ് 35 ആണെങ്കിൽ നമുക്ക് അതിനെ
ഡിലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെൻറ്റേജ് 35 ഉണ്ടാവും കേട്ടോ. 35 താഴെയുള്ളവരുടെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്, എന്തും നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം വെച്ചിട്ടാണ് എഴുതാം. ഇനി നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് എ വ്യൂ ഫ്രം ദ എബവ് ടേബിൾ വിത്ത് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 90. അതായത് പെർസെൻറ്റേജ് 90യുടെ എബവ് ഉള്ള കുട്ടികളെ പെട്ടെന്ന് നമുക്കൊരു വ്യൂ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന SQL ക്വറീസ് എങ്ങനെയാണ് എഴുതാനറിയോ? ക്രിയേറ്റ് എ വ്യൂ, അങ്ങനെ തന്നെ എഴുതാം. സ്റ്റുഡ് വ്യൂ, അതായത് സ്റ്റുഡൻസിനെ കാണണം. സെലക്ട് ഫ്രം സ്റ്റുഡൻറ്റ്, അതായത് സെലക്ട് ചെയ്യണം, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിളിൽ സെലക്ട് ചെയ്യുക. വേർ പെർസെൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 60, അതായത് 60യുടെ മുകളിലുള്ള അല്ലെങ്കിൽ 90യുടെ മുകളിലുള്ള, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഏതിന് മുകളിലുള്ള പെർസെൻറ്റേജ് ഉള്ള കുട്ടികളാണോ അതിൻ്റെ നമുക്ക് ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് വ്യൂ, സ്റ്റുഡ് വ്യൂ എന്ന് പറഞ്ഞിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ അതിൽ നിന്നുള്ള ഈ കുട്ടികൾ അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 4 വരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാൻ കിട്ടണം കേട്ടോ. ദെൻ റൈറ്റ് HTML കോഡ് ടു ഡിവൈഡ് ദ വിൻഡോ ഹൊറിസോണ്ടലി 50% ഓർ ഈക്വൽ ടു പാർട്സ്. അതായത് ഹൊറിസോണ്ടലായിട്ട്, ഇപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ, ഇതിനെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ 2ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം സെറ്റ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 50% ആയിട്ടും ഇവിടെ 50% ആയിട്ടും വിൻഡോനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, ഫ്രെയിം സെറ്റ് റോസ്, ഹൊറിസോണ്ടലായ കാരണം റോസ് 50% ഇട്ടിട്ട് സ്റ്റാർ ഇടുക, ഒരു കോമ ഇടുക, 2 ഡബിൾ കോട്ട്സ് ഒക്കെ ഇടാം. ഓക്കെ, വെർട്ടിക്കലി ആണെങ്കിൽ നമ്മൾ കോൾസ് ആണ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക, വെർട്ടിക്കലി 50%. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മാർക്കിൽ വരുന്നതാണ് കേട്ടോ. ദെൻ നമ്മൾ വലിയൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മാർക്കൊക്കെയാണ് മാക്സിമം. പക്ഷെ നമുക്ക് എഴുതാൻ സുഖമാണ്, അതുപോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ടേബിളിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്യാൻ HTML ടാഗ് യൂസ് ചെയ്യാൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ HTML നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ റോകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓരോ റോകളെ നമ്മൾ TR എന്നാണ് നമ്മൾ വിളിക്കുക, TR എന്നാണ് വിളിക്കുക. ഇനി ഈ TRൽ എഴുതുന്ന ഹെഡിങ്ങിനെ നമ്മൾ TH എന്ന് വിളിക്കും. ഹെഡിങ് എന്ന് പറഞ്ഞാൽ TH ടാഗാണ്. ഡാറ്റകൾ നമ്മൾ കൊടുക്കുമ്പോൾ TD ആണ്, അതായത് നമ്പേഴ്സ് കൊടുക്കണമെങ്കിൽ TD ആണ്. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഏറ്റവും ബേസിക് ആളുടെ HTML ഹെഡ് ടൈറ്റിൽ കൊടുക്കണം എന്നില്ല, വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ട് ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിന് എന്തെങ്കിലും ടൈറ്റിൽ കൊടുത്തിട്ട് ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ 4 ബേസിക് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് സെക്ഷൻ ബേസിക്കാണ്. അതിനുശേഷം നമ്മൾ ടേബിൾ ഓപ്പൺ ചെയ്ത് ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 ഡബിൾ കോട്ട്സിൽ കൊടുക്കുക കേട്ടോ. നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതല്ലേ, നമ്മൾ TR ആണ് ഒന്നാമത്തെ TR. ഇതാ TR ഓപ്പൺ ചെയ്ത് സെൻറ്ററിലാണ് പേര് എടുക്കണം. അപ്പോൾ TR അലൈൻ സെൻറ്ററിൽ കൊടുക്കുക. TRൽ TH കൊടുത്തു, അതായത് ആ റോയിലെ ഫസ്റ്റത്തെ ഹെഡിങ് എന്താണ്, നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്, ഹെഡിങ് ക്ലോസ് ചെയ്തു. ആ TR അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റത്തെ റോ കഴിഞ്ഞു. ഈ TRൽ ഒന്നുള്ളൂ, അപ്പോൾ ആ TR നമ്മൾ കഴിഞ്ഞു. അടുത്ത TR ഓപ്പൺ ചെയ്തു, രണ്ടാമത്തത് ഓപ്പൺ ചെയ്തു. അലൈന് ലെഫ്റ്റിൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് പേര് കൊടുക്കണമെങ്കിൽ ലെഫ്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ സെൻറ്റർ കൊടുക്കാം. അവിടുത്തെ TH നമുക്ക് നമ്പേഴ്സ് ആയിട്ട് കാണുന്നത് എന്താ, S ആണ്. അപ്പോൾ S ഇട്ടു, TH ക്ലോസ് ചെയ്തു. പിന്നെ അതിൽ തന്നെ അടുത്ത വാല്യൂ ഉണ്ട് അല്ലേ, ഇവിടുത്തെ ഫസ്റ്റ് റോയിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തേൽ അടുത്ത വാല്യൂ ഉണ്ട്, അത് TD ആയിട്ട് കൊടുത്തു, TD ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ റോയും ക്ലോസ് ചെയ്തു, മൂന്നാമത്തെ സെക്ഷന്. ഇനി 4ാമത്തെ സെക്ഷനിൽ നമ്മൾ സെൻറ്ററിലാണ് ഒക്കെ കൊടുക്കണേ. ഇനി ഇതുപോലെ തന്നെ എല്ലാ റോയും, അതായത് അടുത്ത റോ ഓപ്പൺ ചെയ്തു, TH കൊടുത്തു, TD കൊടുത്തു, ക്ലോസ് ചെയ്തു. പിന്നത്തെ റോ ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മൾ TH കൊടുത്തു, TD കൊടുത്തു, TR വരെ. TD ഒക്കെ ക്ലോസ് ചെയ്യണം, എല്ലാം ക്ലോസ് ചെയ്യണം. ഒക്കെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ തെറ്റായി. എല്ലാ റോയും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് കൊടുത്തതിൻ്റെ ഒക്കെ ഓപ്പൺ ചെയ്ത് ഒക്കെ ക്ലോസ് ചെയ്യുക. ടേബിൾ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, ഹെഡ് HTML ഒക്കെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ 2 ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമുള്ളതാണ്. ഇതൊക്കെ ഓരോരോ റോകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ റോകളാണ് നോക്കണ്ടേ, ഓരോ റോയിലുള്ള ഓരോ വാല്യൂസ് അല്ലെങ്കിൽ ക്യാപ്ഷൻ നമ്മൾ TAT എന്ന് പറയും, TH എന്ന് പറയും, TD എന്ന് പറയുന്നത് വാല്യൂസാണ്. അപ്പോൾ ഇതേപോലെ ഓരോന്നും ഓരോ കള്ളി കഴിഞ്ഞു നോക്കുക, എന്നിട്ട് അടുത്ത TR ഓപ്പൺ ചെയ്യാം. ടേബിൾ റോയാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ടേബിൾ എങ്ങനെയാണ് തന്നത് നോക്കുക, അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇതേപോലെ നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കോഡ് ഫോർ ഫോളോയിങ്. അതായത് ഇതൊരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഓർഡർ ലിസ്റ്റ് ഉണ്ട്, ഓർഡറായി കൊടുക്കുന്ന ലിസ്റ്റ്, ഓർഡർ ലിസ്റ്റ്. ഇത് അൺഓർഡർ ലിസ്റ്റാണ്, ഇത് ഓർഡർ ലിസ്റ്റാണ്.
അപ്പൊ ഓർഡർ ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ വേറെ ലിസ്റ്റുകൾ വരിക. അതിന് നമ്മളൊരു പേരൊക്കെ വിളിക്കും. എന്താണ്? നെസ്റ്റഡ് ലിസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നെസ്റ്റഡ് 2 ലിസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ബേസിക് ആളുകൾ അതേപോലെ അതിനൊരു മാറ്റമല്ല. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി. ടൈറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്ന് നമ്മൾ ആദ്യം ഓർഡർ ലിസ്റ്റ് അല്ലേ 1 എന്ന് പറയുന്നത് ഓർഡർ ആയിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ഫസ്റ്റത്തെ ലിസ്റ്റ് എഴുതി. എന്താ ഫസ്റ്റത്തെ ലിസ്റ്റ്? ഫ്ലവേഴ്സ്. അത് അപ്പം തന്നെ ക്ലോസ് ചെയ്തു. ഫ്ലവേഴ്സിന്റെ പേര് എഴുതുമ്പോൾ എന്തിലാ ഫ്ലവേഴ്സിന്റെ പേര് എഴുതണേ? അൺഓർഡർ ലിസ്റ്റിലാണ്. ഏതാ ടൈപ്പ്? ഇത് ഈ ഒരു ഡോട്ടിന് നമ്മൾ ഡിസ്ക് ആണ് ടൈപ്പ് കൊടുക്കണം. ഡിസ്ക് ആണ് ടൈപ്പ്. ഡിസ്കിന്റെ ടൈപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഓരോ ലിസ്റ്റും, 1ാമത്തെ ലിസ്റ്റ്, 2ാമത്തെ ലിസ്റ്റ്, 3ാമത്തെ ലിസ്റ്റ്, എന്നിട്ട് ആ ഓർഡർ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ഈ ഓർഡർ ലിസ്റ്റ് ഫസ്റ്റത്തെ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ലിസ്റ്റ് ഇട്ടു. അപ്പൊ ഇത് 1ാമത്തെ ലിസ്റ്റ്, ഇത് 2ാമത്തെ ലിസ്റ്റ് ഇട്ടു. 2ാമത്തെ ലിസ്റ്റ് എന്താ? വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസും അൺഓർഡർ ലിസ്റ്റിലാണ്. ടൈപ്പ് ഡിസ്ക് തന്നെയാണ്. അത് നമ്മൾ എഴുതി. ഇത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് 3ാമത്തെ ലിസ്റ്റ് എഴുതി. 3ാമത്തെ ലിസ്റ്റ് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് നമ്മൾ ഇതുപോലെ ഇട്ടു. അത് ഓർഡർ ലിസ്റ്റിലാണ് തന്നിരിക്കുന്നത്, അൺഓർഡർ അല്ല. അപ്പൊ ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് 6 അങ്ങനെ റോമൻ ലെറ്ററിന് നമ്മൾ 6 എന്നാണ് ഇടുക. എന്നിട്ട് നമ്മൾ ലിസ്റ്റുകൾ എഴുതി. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, അതൊക്കെ അപ്പപ്പോൾ ക്ലോസ് ചെയ്ത് ഓർഡർ ലിസ്റ്റ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഓർഡർ ലിസ്റ്റ് ക്ലോസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ? ആ ഓർഡർ ലിസ്റ്റും കൂടി നമ്മൾ ക്ലോസ് ചെയ്തില്ല എങ്കിൽ നമുക്കിത് വർക്കാവില്ല. കാരണം ഈ ഫസ്റ്റത്തെ 1, 2, 3 ഇതാണ് ഫസ്റ്റത്തെ ഓർഡർ ലിസ്റ്റ്. ആ ഓർഡർ ലിസ്റ്റ് നമ്മൾ ലാസ്റ്റ് വേണം ക്ലോസ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഉള്ളിലാണ് ഈ അൺഓർഡർ ലിസ്റ്റുകളും പിന്നെയും ഓർഡർ ലിസ്റ്റൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തത്. അതിൽ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ലിസ്റ്റുകളൊക്കെ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ അൺഓർഡർ ലിസ്റ്റും ഓർഡർ ലിസ്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ടൈറ്റിൽ ഇവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, പക്ഷേ ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ നമ്മൾ മറക്കില്ല. ഓക്കെ, ഇങ്ങനെ വേണം ലിസ്റ്റ് കൊടുക്കാനായിട്ട്. നല്ല സുഖമാണ്. ഓർഡർ ലിസ്റ്റ് ഓരോന്നും നമ്മൾ ജാസ്മിൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തോ, അതിനുശേഷം വെജിറ്റബിൾസ് നോക്കുക, വെജിറ്റബിൾസ് ഓർഡേർഡ് ആണോ അൺഓർഡേർഡ് ആണോ നോക്കുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും സിമ്പിളാണ്. ഓക്കെ, ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഫസ്റ്റ് പഠിച്ചു വെക്കുക. ബോഡിയുടെ ഉള്ളിൽ വേണം ഓർഡർ ലിസ്റ്റ് കൊടുക്കാനാണെങ്കിലും ടേബിൾ ക്രിയേഷൻ കൊടുക്കാനാണെങ്കിലും രണ്ടും ബോഡി ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മേജറായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ. നിങ്ങൾ ഈ പ്രോഗ്രാംസെങ്കിലും പഠിച്ചു പോയി. ഇത് നമുക്ക് എങ്ങനെയും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.